നമസ്കാരം. ആരോഗ്യമാകട്ടെ ലഹരി, ഒരുമിക്കാം ലഹരിക്കെതിരെ. മനുവേ, മോനെ മനുവേ, ഈ കുട്ടി കടപ്പേ കിടക്കണോ? ലക്ഷ്മി, ലക്ഷ്മി, ഒരാവശ്യത്തിന് വിളിച്ചാ കേൾക്കില്ല. എന്തിനാപ്പാ ഇങ്ങനെയാണ് തൊണ്ട പൊട്ടിക്കണേ? അകത്തൂന്ന് ഇവിടെ വരെ എത്താന്ന് വെച്ചാ ഇശ് കഷ്ട. എന്താ വിളിച്ചേ? മനു എവിടെ ലക്ഷ്മി? ഇൻസുലിൻ കുത്തിവെക്കാൻ നേരായിരിക്കണോ? അവനാ മുറിയിൽ ഒറ്റ ഇരിപ്പ, ഊണും വേണ്ട ഉറക്കോ ഇല്ല. ലക്ഷ്മി, നീ ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. ഇപ്പോഴത്തെ കുട്ടികളല്ലേ. ആരോ വരുന്നുണ്ടല്ലോ ലക്ഷ്മി. അതാ മമ്മതാ. പശുവിനെ വിൽക്കണ കാര്യം കുമാരൻ പറഞ്ഞു കാണും. ആ മമ്മതല്ലേ, ഇരിക്ക. അല്ല പുരുഷ, ഇത്രയും പാൽ കിട്ടുന്ന പശുവിനെ എന്തിനാ വിൽക്കണേ? മമ്മതിന് എന്റെ കാര്യം അറിയാലോ. പിന്നെ ഇവക്കാണെങ്കിൽ തീരെ വയ്യ. അല്ല പുരുഷ, നിങ്ങളാ ശിവന്റെ മോനെ പട്ടിക്കിടക്കണമെന്ന് നമ്മളോട് ആരോ പറഞ്ഞു കേട്ടിക്കണം. ആരോ വരുന്നുണ്ടല്ലോ ലക്ഷ്മി. എത്ര നേരമായി മുത്തശ്ശൻ കുട്ടിയെ തെരയുന്നു. അത് നിങ്ങളുടെ സെർവന്റ് ഒന്നുമല്ല. ഇൻസുലിൻ കുത്തിവെക്കാൻ സ്റ്റോപ്പ് ചെയ്യുക. എനിക്ക് എന്റേതായ പ്രൈവസി വേണം. ഇപ്പൊ നിന്റെ പ്രൈവസിക്ക് ഇപ്പൊ ഇവിടെ ആരാ എതിരി നിൽക്കണേ? മമ്മദിന് പശുവിനെ കൊടുക്കുന്ന കാര്യം ഞാൻ കേട്ടു. മമ്മദിന് പശുവിനെ കൊടുത്താൽ ആ കാശ് എനിക്ക് വേണം. തൽക്കാലം മമ്മദിന് പശുവിന് കിട്ടുന്ന കാശ് നിനക്ക് തരാൻ ഉദ്ദേശമില്ല. എനിക്ക് ആ മറ്റു കാശ് തന്നില്ലെങ്കിൽ മുത്തശ്ശനാണോ നോക്കില്ല. ആ ആടെ ബൈജു പാലത്തിനടിയിലല്ലേ? ഇപ്പൊ എത്താം. ഈ എന്റെ കുട്ടിക്ക് ഇതെന്താ പറ്റി? 10 വയസ്സ് പ്രായമുള്ളപ്പോൾ മുത്തശ്ശനെയും മുത്തശ്ശിയെയും എന്ത് സ്നേഹമായിരുന്നു എൻ്റെ കുട്ടിക്ക്. എന്നോടൊപ്പമേ ഉറങ്ങാറുള്ളൂ, എന്നെ കെട്ടിപ്പിടിച്ചേ. കുറച്ച് മാസമായിട്ട് എൻ്റെ കുട്ടിക്ക് ഇതെന്തോ ഒരു മാറ്റം. കഴിഞ്ഞിട്ട് എനിക്ക് പോകാനുണ്ട്. മുത്തശ്ശനെ വേദനിപ്പിക്കില്ല മോനെ. എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നു, എൻ്റെ കാലുകൾ തളരുന്നു. ലക്ഷ്മി, ലക്ഷ്മി, മനു. എന്താ പറ്റേ? കണ്ണു തുറക്ക മനു, മനു, മോനെ മനു. മമ്മദേ, മമ്മദേ. എന്താ ലക്ഷ്മി പറ്റേ? വിളിച്ചാ മിണ്ടണില്ല, കണ്ണുകൾ തുറക്കണില്ല. നീ ഒന്ന് നോക്ക മമ്മദേ. ലക്ഷ്മി, നിങ്ങളൊന്ന് മാറി കമ്മളം നോക്കട്ടെ. ലക്ഷ്മി അമ്മേ, നമ്മുടെ അമ്പൂരുസൻ പോയി. മനു, നമ്മുടെ മുത്തശ്ശൻ പോയി. ഞാൻ കൊന്നതാ. പണം വേണം, എനിക്ക് പണം വേണം. മുത്തശ്ശിയുടെ മാലയിന്ന് വിട് മോനെ, ചക്കര മോനെ. മുത്തശ്ശിയുടെ മാലയിന്ന് വിട് മോനെ. മുത്തശ്ശി മരിച്ച് മണ്ണടിഞ്ഞ് പുഴുവായി നിൽക്കുന്ന സമയത്ത് സ്വർണ്ണവും തൂക്കി നിൽക്കുന്നു. പണം, നിങ്ങൾക്ക് പണം വേണോ? നിങ്ങൾക്ക് പണം വേണോ? സാർ, ഞാൻ മനുവിൻ്റെ അച്ഛൻ ശിവൻ. മിസ്റ്റർ ശിവൻ, നിങ്ങളുടെ മനു ഇപ്പോൾ വലിയൊരു മയക്കുമരുന്ന് റാക്കറ്റിന്റെ കണ്ണിയാണ്. വലിയ കാശ് അയച്ചു കൊടുക്കുമ്പോൾ എന്തിനാ നിങ്ങൾ ചോദിച്ചില്ല. ഇപ്പോഴത്തെ സാമൂഹിക വിപത്താണ് ഇവർ വാർത്തെടുക്കുന്നത്. PC, അവരെ എങ്കു കൊണ്ടുവരൂ. മനു ഇതാരാണെന്ന് തിരിച്ചറിയാമോ? നോ, എനിക്കറിയില്ല ഈ മനുഷ്യനെ. നോക്കൂ ശിവൻ, നിങ്ങളെപ്പോലും മനു ഇപ്പോൾ തിരിച്ചറിയുന്നില്ല. കുട്ടികൾക്ക് ആവശ്യമുള്ളതിന് മാത്രം കാശ് നൽകുക. ചെലവാക്കിയ കാശിന് കൃത്യമായി കണക്ക് ചോദിക്കുക. കുട്ടികളുടെ ബാഗ്, ബുക്കുകൾ എല്ലാം ചെക്ക് ചെയ്യുക. കുട്ടികൾക്ക് വരുന്ന ഡെലിവറി പാസുകൾ പരിശോധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലും മനു എത്തും, പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ. നന്ദി, നമസ്കാരം.